ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ബിരിയാണിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. 1 കിലോ എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്തതാണ്, എല്ലുള്ളതായാലും കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഇതിലേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് 1/2 ടീസ്പൂൺ. ഇനി ബാക്കിയുള്ളത് ബിരിയാണി മസാലയിലേക്കുള്ളതാണ്, അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെയുള്ള 10-12 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചി 3 പച്ചമുളകും കൂടി ചതച്ചതാണത്. ഇഞ്ചി കണ്ടില്ലേ, ഇതുപോലെയുള്ള വലിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കുഴയ്ക്കുക. ഇനി 15 മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കുക. ഇത് നല്ല പരത്തി വെച്ചാണെങ്കിൽ പണി എളുപ്പത്തിൽ കഴിഞ്ഞായിരുന്നു. നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും. കറിവേപ്പില ഇടാൻ മറന്നു, അതും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ കുഴച്ച് വെക്കാൻ. ചിക്കൻ 65ലേക്ക് കറിവേപ്പില അത്യാവശ്യമാണ്, ആരും മറക്കരുത് കേട്ടോ, അത് ഇട്ട് കൊടുക്കണം. വറക്കാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി ഓരോ കഷ്ണം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. അത് മൊരിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലും വലിയ തീയിൻ്റെ ഇടയിൽ വെച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കണം. രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു ട്രിപ്പിനും കൂടി ഉണ്ട്. മൂന്ന് കപ്പ് ജീരകശാല അരി 1/2 മണിക്കൂർ കുതിർത്തിയതാണ്. അത് നല്ലവണ്ണം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ഏലക്ക, 3 കരയാമ്പൂ, 2 കഷ്ണം പട്ട, 5-8 മണി കുരുമുളക്, 2 വഴനയില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് 1 ടീസ്പൂൺ, മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടുതലും പുതിനയില കുറവും. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 4.5 കപ്പ് തിളച്ച വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും. നന്നായി ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കണം.
ഉപ്പ് ഇത്തിരി മുന്നിലേക്ക് നിൽക്കുന്നതാണ് നല്ലത്, എന്നാലേ ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തള വരുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ചോറ് മറ്റേ അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഈ അടുപ്പത്ത് മസാല ശരിയാക്കാം. ചിക്കൻ വറുത്ത ഓയിലിൽ നമുക്ക് സവാള വഴറ്റാം. ഇനി സവാള ഇട്ടിട്ട് നന്നായി വഴറ്റാം. 3 ഇടത്തരം സവാള അരിഞ്ഞാണത്. ചോറ് വെന്തിട്ടുണ്ട്. തീ ഓഫാക്കി. ശരിയായി. ചോറ് അടിയിൽ നിന്നൊക്കെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ എടുത്ത് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലത്തെ ചോറ് വേവ് കൂടുതലാവുള്ളൂ. അധികം ഇളക്കി മറിക്കണ്ട, പതുക്കെ ആക്കിയാൽ മതി. സവാള ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായി ഇളക്കട്ടെ. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റണം. 2 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനി ഒന്ന് ഇളക്കാം. തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ച് ചേർത്തിട്ട് ഇളക്കുക. തീയൊന്ന് കൂട്ടി മസാലയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തൈര്, ലേശം വെള്ളം ചേർത്താം. ഇനി വറുത്ത ചിക്കൻ്റെ കുറച്ച് കഷ്ണങ്ങളിൽ ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ മതി. ചിക്കൻ മസാലയിൽ നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്.
ചെറിയ തീയിൽ വെച്ചാൽ മതി. ചിക്കൻ വറുത്തതല്ലേ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അടി പിടിക്കാതിരിക്കാൻ. ഉപ്പ് പോരെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടുള്ളതാണല്ലോ, അത് കാരണം ഉപ്പ് കൂടരുത്, ലേശം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇടണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ ഒരു ടേസ്റ്റ് വേറെയാണെന്ന് മാത്രം. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്ക് ഒരു കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. നല്ല എരിവ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്താം. ഇവിടെ ചേർത്തിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. ഈ പാത്രത്തിലേക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് പരത്താം. ഇനി മല്ലി പുതിനയെല്ലാം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചോറിടാം. ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത ചിക്കൻ ഇതിൻ്റെ മീതെ നിരത്തി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് ഇതിൻ്റെ മീതെ ഇട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. 5-8 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചു. ഇപ്പം അത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മറിക്കാം. മസാല എല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കണത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക, പാത്രത്തിലേക്ക് ഇടുക, കഴിക്കുക. അത്ര തന്നെ ഉള്ളൂ, പണി കഴിഞ്ഞു. ചോറൊക്കെ നന്നായി ഉലർന്നിരിക്കുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.